കേരളത്തിനുള്ള ഫണ്ട് തടഞ്ഞുവെക്കാൻ ബി.ജെ.പി. സംസ്ഥാന നേതാക്കളും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും ഇടപെട്ടുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. തനിക്ക് കിട്ടിയ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. എസ്.എസ്.കെ. ഫണ്ട് ഉടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ചെന്നും മന്ത്രി പറഞ്ഞു. PM ശ്രീ പദ്ധതിയും എസ്.എസ്.കെയും രണ്ട് വിഷയമാണെന്നും മന്ത്രി വി ശിവൻകുട്ടി. ഈ ഫണ്ട് ഈ നിലയിൽ തടഞ്ഞു വയ്ക്കുന്ന കാര്യത്തിൽ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വവും കേരള സംസ്ഥാനത്തു നിന്നുള്ള സഹമന്ത്രിമാരും കേന്ദ്ര ഗവൺമെൻറ്റിൽ ഇടപെടുന്നു എന്നുള്ള വിഷയം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇക്കാര്യത്തിൽ കേരള സംസ്ഥാനത്ത് നിന്ന് ഉള്ള കേന്ദ്ര സഹമന്ത്രിമാരും ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖരനും മറുപടി പറയണം. അത് PMC വേറൊരു വിഷയമാണ്, SSKയുടെ ഫണ്ട് വേറൊരു വിഷയമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ഈ PMCയുമായി ബന്ധപ്പെട്ടും SSK ഫണ്ട് തടഞ്ഞു വെച്ചതുമായി ബന്ധപ്പെട്ടുമൊക്കെ ബി.ജെ.പി. നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുകയാണ് മന്ത്രി. അതോടൊപ്പം തന്നെ ഒരു ശ്രദ്ധേയമായ മലക്കമറിച്ചിൽ കൂടിയുണ്ടല്ലോ. മുമ്പ് PM ശ്രീ പദ്ധതി ഒപ്പിടുന്ന ഘട്ടത്തിൽ പറഞ്ഞത് SSK ഫണ്ട് റിലീസ് ചെയ്യാൻ, അത് ലഭിക്കുവാൻ വേണ്ടിയാണ് ഈ ഒപ്പിടാണ്ട് സാഹചര്യമുണ്ടായ സമ്മർദ്ദമുണ്ടായത് എന്നാണ് പറഞ്ഞത്. അതിൽ നിന്ന് രണ്ടും രണ്ട് വിഷയമാണെന്ന നിലപാട് മാറ്റത്തിലേക്ക് കൂടി വരുന്നുണ്ടല്ലോ വിദ്യാഭ്യാസ മന്ത്രി. തീർച്ചയായും ഗോകുൽ പറഞ്ഞത് തന്നെയാണ്. ഒന്ന്, പ്രധാനമായി ബി.ജെ.പി. നേതാക്കൾക്കെതിരെ, പ്രത്യേകിച്ച് രണ്ട് കേന്ദ്ര സഹമന്ത്രിമാർക്കും സംസ്ഥാന നേതാക്കൾ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾക്കെതിരെയും ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിന് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ലഭിക്കേണ്ട ഫണ്ട് അത് തടഞ്ഞു വെക്കുന്നു കേന്ദ്രം. അതിന് കാരണം കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും കേരളത്തിൽ നിന്നുള്ള ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കളുമാണ്. അവരാണ് ഇതിൽ മറുപടി പറയേണ്ടത്. ഇത് തന്റെ ഉത്തമ ബോധ്യത്തിൽ താൻ പറയുന്നതാണ്, താൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്, ഒരു ആരോപണമായി ഉന്നയിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രിമാരും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും ഈ വിഷയത്തിൽ മറുപടി പറയണം. അപ്പോഴാണ് മുൻപ് നേരത്തെ തന്നെ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതി അത് നടപ്പാക്കാൻ തയ്യാറായില്ല എങ്കിൽ SSK ഫണ്ട് ലഭിക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ തന്നെ PMCയുമായി ബന്ധപ്പെട്ടാണോ ഇത്തരമൊരു നിലപാട് എന്ന് ചോദിച്ചപ്പോൾ രണ്ട് വിഷയമാണ്. PMCയുടെ ഫണ്ടല്ല ചോദിക്കുന്നത്, വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള SSKയുടെ ഫണ്ടാണ്, അതാണ് ലഭിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ രണ്ട് വിഷയമാണ് എന്നുള്ള നിലപാട് കൂടി വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയമായി തന്നെ ഒരു പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. കാരണം കേന്ദ്ര വീണ്ടും വിദ്യാഭ്യാസ വകുപ്പ് കത്തയച്ചിട്ടുണ്ട്. കാരണം അടിയന്തരമായി ലഭിക്കേണ്ട തുക അത് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്തയച്ചിരിക്കുന്നത്. നേരത്തെയും കത്തയച്ചിരുന്നു, എന്തായാലും അതിൽ വീണ്ടും കത്തയച്ചിരുന്നു. വീണ്ടും ഒന്നുകൂടി കത്തയക്കുന്നു. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിഷയമായി, പ്രത്യേകിച്ച് ബി.ജെ.പിക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയ ആയുധമായി കൂടി ഉപയോഗിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ഗോകുൽ. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും മുമ്പ് SSKയും PMCയും കൂട്ടിക്കെട്ടിയായിരുന്നു ന്യായീകരണമെങ്കിൽ ഇപ്പോൾ രണ്ട് വിഷയമാണെന്ന് മലക്കം പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.